ജോഷുവയുടെ പുസ്തകം അദ്ധ്യായം 4. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, ഓരോ ഗോത്രത്തിലും നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുക. അവരോട് പറയുക, ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് 12 കല്ല് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. ഗോത്രത്തിന് 1 വീതം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 പേരെ ജോഷു വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തിനു മുമ്പേ ജോർദാന്റെ മധ്യത്തിലേക്ക് പോകുവിൻ. അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിലെടുക്കണം. ഇതു നിങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇതെന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം. കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു. ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും. ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു. കർത്താവ് ജോഷുവയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് 12 കല്ലെടുത്തു. അത് കൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചു. ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷുവ 12 കല്ല് സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയോട് പറഞ്ഞിരുന്നതുപോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു. എല്ലാം ചെയ്തു തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന് നടുവിൽ നിന്നു. ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേല്യർക്ക് മുമ്പേ നടന്നു. ഏകദേശം 40,000 യോദ്ധാക്കൾ കർത്താവിൻ്റെ മുൻപിൽ ജെറീക്കോ സമതലങ്ങളിലേക്ക് നീങ്ങി. അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ജോഷുവയെ മഹത്വപ്പെടുത്തി. അവർ മോശയെപ്പോലെ അവനെയും ബഹുമാനിച്ചു. കർത്താവ് ജോഷുവയോട് അരുളിച്ചെയ്തു, സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക. ജോഷുവ അവരോട് കയറി വരാൻ കൽപ്പിച്ചു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി കരയിൽ കാൽ കുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കര കവിഞ്ഞു. 1-ാം മാസം 10-ാം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറീക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത്. ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ല് ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരുടെ ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നുവെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു. അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. അദ്ധ്യായം 5. ഇസ്രായേൽ ഗിൽഗാലിൽ. ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിൻ്റെ പടിഞ്ഞാറേ കരയിലുള്ള അമോരി രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചലചിത്തരായി. അപ്പോൾ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു, കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിച്ഛേദനം ചെയ്യുക. ജോഷുവ ഗിബയാത്ത് ഹാരാലോത്തിൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണമിതാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടവരെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും യാത്രാമധ്യേ ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല. ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്കു കേൾക്കാഞ്ഞതുകൊണ്ട് മരിച്ചുപോയി. അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു. അവർക്ക് പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷുവ പരിച്ഛേദനം ചെയ്യിച്ചത്. യാത്രാമധ്യേ പരിച്ഛേദന കർമ്മം നടന്നിരുന്നില്ല.
പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു. അപ്പോൾ കർത്താവ് ജോഷിയോട് അരുളിച്ചെയ്തു, ഈജിപ്തിൻ്റെ അപകീർത്തി ഇന്നു നിങ്ങളിൽ നിന്നു ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം ജെറീക്കോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്നു മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. കർത്താവിൻ്റെ സൈന്യാധിപൻ. ജെറീക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ജോഷുവ അവൻ്റെ അടുത്ത് ചെന്നു. നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. അധ്യായം 6. ജെറീക്കോയുടെ പതനം. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷിയോട് അരുളിച്ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിനു ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിനു ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. നൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകം എടുക്കുക. 7 പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ട് പോകുവിൻ, പട്ടണത്തിനു ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിനു മുൻപിൽ നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിനൊരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകം എടുത്തു. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിനു മുൻപേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിമ്പേയും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം ഇങ്ങനെ ചെയ്തു. 7-ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്ന് മാത്രമേ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിനു നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും
ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി. ദേശനിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ. ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിനു പുറത്ത് താമസിപ്പിച്ചു. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിൻ്റെ ഭണ്ഡാകാരത്തിൽ നിക്ഷേപിച്ചു. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറിക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറിക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശക്തൻ. അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പിടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയോട് കൂടെയുണ്ടായിരുന്നു. അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി.